സൗവർണിക നമുക്ക് ചെറിയൊരു വീഡിയോ കണ്ടിട്ട് വരാം. കേരളത്തെ മദ്യവിമുക്തമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് LDF മുന്നണി. കൂടാതെ മദ്യവരെ ബോധവൽക്കരിക്കാൻ സമഗ്രമായ പദ്ധതികളുമുണ്ട്. അതുകൊണ്ട് നുണ പറയുന്നവരെ തിരിച്ചറിയാം. കണ്ടില്ലേ? ഈ വീഡിയോ കണ്ടിട്ട് എന്താ ഇപ്പൊ സൗവർണിക്ക് തോന്നുന്നത്? ഇപ്പൊ തമാശയായിട്ടാണ് തോന്നുന്നത്. വലിയൊരു തമാശ, ചെറിയ തമാശയല്ല അത്. കഴിഞ്ഞ 9 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഏകദേശം 10 വർഷമായി രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ, അല്ലെങ്കിൽ പിണറായി സർക്കാർ വരുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ്. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ശേഷം അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ ബാറുകളുടെ എണ്ണത്തിലുണ്ടായ ആ ഒരു വ്യത്യാസം ഒന്ന് പറയാമോ? പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 29 ബാറുകളാണുള്ളത്. നിലവിൽ ഉള്ള ബാറുകളുടെ എണ്ണം 884 ബാറുകളാണ് നിലവിലുള്ളത്. അത് എത്ര വർദ്ധിച്ചു എത്ര മടങ്ങാണ് ബാറുകളുടെ എണ്ണം വർദ്ധിച്ചത്. ഇപ്പോ ആ ഒരു പരസ്യം കണ്ടപ്പോ കുടുംബത്തിലുള്ളവർക്കെല്ലാം അയ്യോ ഇനി നമുക്ക് മദ്യമാണ് സാധാരണക്കാരന്റെ ജീവിതം ഇല്ലാതാക്കുന്നത് എന്ന് പറയാം. അപ്പോ അതിൽ നിന്നെല്ലാം മാറി ഇവർക്ക് കള്ളു കുടിക്കുന്നവരുടെ മാത്രം വോട്ട് കിട്ടാനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല കാര്യം. യഥാർത്ഥത്തിൽ ബാർ മുതലാളിമാരെയും ഈ മദ്യക്കച്ചവടത്തെയും പ്രോത്സാഹിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കൈക്കൂലി എന്ന് തന്നെ പറയാം, കോഴ വാങ്ങുക എന്നുള്ളൊരു നയമാണ് യഥാർത്ഥത്തിൽ ഇതിലുള്ളത്. ഇപ്പോ ഇവിടുത്തെ വ്യവസായ മന്ത്രിയൊക്കെ അഭിമാനത്തോടെ പറയാറുണ്ട് ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുകൾ ഉള്ളത് കേരളത്തിലാണ്, അഭിമാനത്തോടെ പറയുകയാണ്. പക്ഷെ ഈ 5 സ്റ്റാറുകളെല്ലാം താജിന്റെയോ അതുപോലെയുള്ള ആ നിലവാരത്തിലുള്ള 5 സ്റ്റാർ ഹോട്ടലുകളാണോ യഥാർത്ഥത്തിൽ? അല്ല. എന്തുകൊണ്ടായിരിക്കാം ഈ ഇത്രയധികം 5 സ്റ്റാർ ഹോട്ടലുകൾ ഇവിടെ വന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ബാർ ലൈസൻസിന് വേണ്ടി. അതെ, ബാർ ലൈസൻസ് കൊടുക്കണമെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് മാത്രമേ ആ ലൈസൻസ് കിട്ടുകയുള്ളൂ എന്നൊരു നിയമം ഉള്ളത് കൊണ്ട് തന്നെ, അതായത് ഒരു 5 സ്റ്റാർ ഹോട്ടലിന് വേണ്ട മിനിമം റിക്വയർമെന്റ്സ് ഉണ്ട്. അത് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി സെറ്റപ്പ് ആക്കി വെച്ചിട്ട് അതിന് 5 സ്റ്റാർ ഹോട്ടൽ എന്ന ലേബൽ കൊടുക്കുക, അതിനുശേഷം അവിടെ ബാർ ലൈസൻസ് കൊടുക്കുക. അതിലൂടെയാണ് ഇത്രയധികം ബാറുകൾ ഇവിടെ വന്നിട്ടുള്ളത്, 5 സ്റ്റാർ ഹോട്ടലുകളും വന്നിട്ടുള്ളത്. അല്ല, കേരളത്തെ മൊത്തത്തിൽ കുടിപ്പിച്ച് കിടത്തുക, അതാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഇത് വീണ്ടും ചർച്ചയാക്കാനുണ്ടായ കാര്യം, ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ് ബാറുകളുടെ സമയക്രമം കൂട്ടുക എന്നുള്ളത്. അതും മന്ത്രി പോലും അറിഞ്ഞിട്ടില്ല, മുഖ്യമന്ത്രി മാത്രമാണ് അറിഞ്ഞിട്ടുള്ളത്. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ചേച്ചി. വകുപ്പ് മന്ത്രിമാർ പല കാര്യങ്ങളും അറിയില്ല. PM ശ്രീയിൽ ഒപ്പിട്ടപ്പോ പോലും വകുപ്പ് മന്ത്രി അറിഞ്ഞില്ല. PM ശ്രീ കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറഞ്ഞപ്പോഴാണ് മുഖ്യമന്ത്രി ഒപ്പിടാൻ തീരുമാനം എടുക്കുന്നത്. അതുപോലെ തന്നെയാണ്, മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ മതി കേരളത്തിൽ എന്ത് നടക്കണമെന്ന്, ബാക്കി ആരും ഒന്നും അറിയേണ്ട കാര്യമില്ല. അപ്പൊ ഈ കാര്യത്തിലും വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്ന വാർത്ത കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ അത് ഞാൻ ന്യായീകരിച്ചല്ലേ പറ്റൂ. പിന്നെ അപ്പൊ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മന്ത്രിമാരുടെ ജീവിതം ഇനിയും ബാക്കിയായിരിക്കുന്നത്. അപ്പോ MP രാജേഷ് പറയുന്നുണ്ട്, ഒരു വിദേശി ഈ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു 10:45 മദ്യം അന്വേഷിച്ച് നടന്നിട്ട് മദ്യം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം വിഷമിക്കില്ല, നമ്മുടെ ഈ ടൂറിസം മേഖലയെ സാരമായി ബാധിക്കും എന്നാണ് പറയുന്നത്. ഈ കേരളത്തിലെ വിദേശികൾ വരുന്നത് മദ്യപിക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് കരുതിയിരിക്കുന്നത്. കേരളത്തിലുള്ള ആൾക്കാര് ഗോവയിൽ ട്രിപ്പ് പോകുന്നത് ലാവിഷായി മദ്യപിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഓക്കെ, ഗോവൻ സർക്കാർ പറയാണ് ഇവിടെ വരുന്നവർക്ക് മദ്യം കൊടുത്തില്ലെങ്കിൽ മോശമാണെന്ന് പറഞ്ഞാൽ ഓക്കെ. പക്ഷെ ഇവിടെ വരുന്നത് പ്രത്യേകിച്ച് വിദേശ യാത്രക്കാർ വരുന്നത് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി, ഈ നാടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇവിടെ 11:45 പോയി മദ്യപിച്ച് ഓടയിൽ കിടക്കാനല്ല. ഇവരെന്താ കരുതിയിരിക്കുന്നത്? ഇവിടുത്തെ നാട്ടുകാർ കള്ളു കുടിച്ച് ഓടയിൽ കിടക്കുന്ന പോലെയാണോ വിദേശികളുടെ ആ ഒരു മദ്യം കഴിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ? അവർ വളരെ മാന്യമായിട്ട് ലിമിറ്റഡ് ആയിട്ട് അവർക്കറിയാം എങ്ങനെ മദ്യപിക്കണോ. അതിനകത്തൊരു എതിർ അഭിപ്രായം എനിക്കുണ്ട് ചേച്ചി. അത് ക്യാപ്സ്യൂൾ ആണ് മന്ത്രി പറയുന്നത്. അതിന്റെ അകത്ത് ലോജിക്ക് ഉണ്ടോ ഇല്ലെന്ന് ചിന്തിക്കേണ്ട ആവശ്യം അവർക്കില്ല. അല്ല, എന്നിട്ട് അത് കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് വേറൊരു കാര്യം ഓർമ്മ വന്നു. ഇവിടെ അടുത്തൊരു സർക്കാർ ആശുപത്രിയിൽ വൈകുന്നേരം ഒരു 4 മണിക്ക്, അതായത് ഈവനിങ് OP ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ പോയപ്പം ഒട്ടും വയ്യായിരുന്നു, ശബ്ദം പുറത്തു വരാത്ത അവസ്ഥയിൽ ഞാൻ പോയപ്പോ അന്ന് ഒരുപാട് പേഷ്യൻസ് വരുന്നു, ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഡോക്ടറുടെ റൂം പൂട്ടിയിട്ടിരിക്കുകയാണ്. വരുന്നവരെല്ലാം തിരികെ പോകുന്നു. ഈ പനി, അത് ഒരു ഇടക്കാലത്ത് ഭയങ്കരമായിട്ട് ഈ പനി ബാധിക്കുകയും തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരികയും ആൾക്കാർക്ക് കേരളത്തിൽ മൊത്തത്തിൽ നിശബ്ദമായ ഒരു കാലമായിരുന്നു ആ ഒരു കുറച്ച് ദിവസങ്ങളിൽ. ഇപ്പോഴത് മാറിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ സമയത്ത് അവിടെ ഈവനിങ് OPയിൽ ഒരു ഡോക്ടറാണുള്ളത്. അവിടെ വന്നപ്പോൾ അന്നേ ദിവസം ഡോക്ടർ ഇല്ലാത്തത് കൊണ്ട് അവിടെ വന്ന പേഷ്യൻസ് എല്ലാം തിരികെ പോവുകയാണ്. അപ്പോൾ അതിലേക്കൊന്നും ഇത്തരം ശുഷ്കാന്തികളൊന്നുമില്ല. അയ്യോ, രോഗികൾ വന്നിട്ട് ഡോക്ടർ ഇല്ലാതെ തിരിച്ചു പോകേണ്ടി വന്നാൽ വിഷമമല്ലേ? അതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധേടല്ല. അപ്പോ പക്ഷെ വിദേശി വന്നിട്ട്, ഈ വിദേശി എന്ന് പറഞ്ഞാൽ എവിടുന്ന് വരുന്നതാ?
ഈ കണ്ണൂരിൽ നിന്ന് പല നാടുകളിൽ വന്നിട്ടുള്ള വിദേശികളാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അതേ കള്ളു കുടിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഈ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്ത് വരുന്നവരും പത്തനംതിട്ടയിൽ നിന്ന് ആലപ്പുഴയിൽ വരുന്നവരുമായിട്ടുള്ള ആ വിദേശമാണോ ഇവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകും. അല്ല, വിദേശ മദ്യം നൽകുന്ന ഷോപ്പുകൾ 3 മണി വരെ തുറക്കണം എന്നാണല്ലോ. അങ്ങനെ ആവുമ്പോ അതല്ല, ടൂറിസ്റ്റ് പ്രദേശങ്ങളിൽ വെളുപ്പാങ്കാലം 3 മണി വരെ ബാറുകൾ പ്രവർത്തിക്കാം. അല്ല ചേച്ചി പറ, കേരളത്തിലെ ടൂറിസ്റ്റ് പ്രദേശം അല്ലാത്തൊരു സ്ഥലം ചേച്ചി പറ. കേരളം മുഴുവനും ടൂറിസ്റ്റ് പ്രദേശം തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മൾ തിരുവനന്തപുരം എടുത്താലും ശരി, കൊച്ചി എടുത്താലും ശരി തന്നെ, ഇവിടെയെല്ലാം ഈ ബാറുള്ള ഏരിയകളിലെല്ലാം ടൂറിസ്റ്റുകൾ തന്നെയല്ലേ വന്ന് താമസിക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരം എടുത്താല് വിഴിഞ്ഞം, ശംഖുമുഖം, കോവളം, വർക്കല, എവിടെയാണ് എല്ലാവരും. തിരുവനന്തപുരം എടുത്താൽ തിരുവനന്തപുരം സിറ്റി എന്ന് പറയുന്നിടത്ത് തന്നെ ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട്. ടൂറിസ്റ്റുകൾക്കായിട്ടൊരു പ്രദേശമില്ല. തിരുവനന്തപുരം സിറ്റി പരിധിക്കുള്ളിൽ തന്നെയാണ് ഈ വരുന്ന സഞ്ചാരികൾ വരുന്ന സ്ഥലം മുഴുവനും. അപ്പൊ അതുകൊണ്ട് വിദേശികൾക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ എല്ലാ ബാറുകളും ഇപ്പൊ പറയുമ്പോ ബാറുകൾ 11 മണി വരെ ആക്കി, ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ 3 വരെ. യഥാർത്ഥത്തിൽ എല്ലാ ബാറുകളും വെളുപ്പാങ്കാലം 3 മണി വരെ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. ഇപ്പൊ വിചാരിക്കും ഇവിടെ ദാഹിച്ചു വലയുന്ന കുടിയന്മാർക്ക് വേണ്ടിയിട്ടാണ് ഈ ത്യാഗമെല്ലാം സർക്കാർ സഹിക്കുന്നത്. ഒരിക്കലുമല്ല. മുൻപ് ഒരു ബാർക്കോഴ വിവാദം ഉണ്ടായിരുന്നു. UDF-ന്റെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് KM മാണിക്കെതിരെ ഇവർ ഉന്നയിച്ചത് എന്തൊക്കെ സമരമുറകളാണ് ഇവരെ പുറത്തെടുത്തത്. KM മാണി രാജിവെക്കേണ്ട സാഹചര്യം, നോട്ടടിക്കുന്ന മെഷീൻ മാണിയുടെ വീട്ടിലുണ്ട് എന്ന് വരെ ഇവർ പ്രചരിപ്പിച്ചു. എന്തിനായിരുന്നു? ബാറിന്റെ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോസസ്സിങ്ങിൽ ഈ മാണി പേഴ്സണലായിട്ട് കോഴ വാങ്ങി എന്ന ആരോപണമായിരുന്നു. ഇപ്പൊ നടന്ന രാഖി രാമാനം മുഖ്യമന്ത്രി മറ്റൊരു മന്ത്രിമാരും അറിയാതെ എടുത്ത ഈ തീരുമാനത്തിൽ ഒരു കോഴ ഇടപാട് നടന്നിട്ടില്ല എന്നാണോ പറയുന്നത്? മറ്റൊരു കാര്യം, തെരഞ്ഞെടുപ്പ് വരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് തന്നെയാണ് പലപ്പോഴും ഇവർ ഈ മദ്യവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിലെ ഏറ്റവും വലിയ സ്പോൺസേഴ്സ് ആരാണെന്ന് ചോദിച്ചാൽ മദ്യ മുതലാളിമാർ തന്നെയായിരിക്കും. അപ്പോ ഈ CPM-ന്റെ തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിനും അത് CPM-ന് വേണ്ടിയിട്ടാണോ എന്ന് സംശയമുണ്ട്. CPM-ന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് ആണെങ്കിൽ CPM മന്ത്രിമാരെല്ലാം അറിയണ്ടേ? അറിഞ്ഞിട്ടില്ല. അപ്പൊ മുഖ്യമന്ത്രി മാത്രം അത് എടുക്കുമ്പോൾ അതിൽ മുഖ്യമന്ത്രിയുടെ മാത്രം ഫണ്ടിങ് ആണോ? അപ്പൊ അത് വലിയൊരു നിഗൂഢത അതിലുണ്ട് എന്ന് CPM-കാർ ഒന്ന് തിരിച്ചറിയണം. ബാക്കിയുള്ളവർ ഇത് അറിയേണ്ട കാര്യമില്ല. അറിയില്ല. അവർ ഇപ്പൊ വീണ്ടും ക്യാപ്സ്യൂൾ വിതരണവുമായി രംഗത്തിറങ്ങും. തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിന് 100. പക്ഷേ CPM-ന്റെ ഒരു ദുർഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഇടയായിട്ട് സമയം അത്ര ശരിയല്ല, കണ്ടകശനിയാണെന്ന് തോന്നുന്നു. ഒരു ക്യാപ്സ്യൂളുകളും ഈ ജനമധ്യത്തിൽ വില പോകുന്നില്ല. അപ്പോ ഈ ഇപ്പൊ ഇന്ന് വരെ ഉള്ളതിൽ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള ഈ ബാറുമായി ബന്ധപ്പെട്ട മദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഈ സർക്കാരിന്റെ തീരുമാനം എന്തായാലും സർക്കാരിനെതിരെ തന്നെ ആഞ്ഞടിക്കും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തിരികെ തന്നെ LDF സർക്കാരിനെതിരെ തന്നെ, പ്രത്യേകിച്ച് CPM-നെതിരെയുള്ള ഒരു ആയുധമായി തന്നെ ഇവിടെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.